ഭൂമിയിലെ സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായി പല സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ ഭൂമിയിൽ ഒരു നരകമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ബ്രസീലിലെ സാവോ പോളോയിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ അകലെ നീലക്കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ്. കാഴ്ചയിൽ അതിമനോഹരമായ സ്ഥലമാണ്. എങ്ങും പച്ചപ്പ് നിറഞ്ഞ കാടുകൾ, വലിയ പാറക്കെട്ടുകൾ, ചുറ്റും ആഞ്ഞടിക്കുന്ന തിരമാലകൾ. ഒറ്റ നോട്ടത്തിൽ ഒരു ട്രോപ്പിക്കൽ പാരഡൈസ് ആണെന്നേ നമുക്ക് തോന്നും. പക്ഷേ ഈ സൗന്ദര്യം ഒരു കെണിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ കെണി. ഇവിടെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ല. ബ്രസീലിയൻ നേവി ഇവിടെ ആരെയും അടുപ്പിക്കില്ല. ഇനി അഥവാ രഹസ്യമായി ആരെങ്കിലും ഇവിടെ കാലുകുത്തിയാൽ അദ്ദേഹം തിരിച്ചു പോകില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത് മനുഷ്യനല്ല. ഇത് ഇൽഹാഡ ക്യുമാൻഡ ഗ്രാൻഡെ. പക്ഷേ ലോകം ഇതിനെ മറ്റൊരു പേരാണ് വിളിക്കുന്നത്, ദ സ്നേക്ക് ഐലൻഡ്. കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇവിടെ കാലുകുത്തുന്ന ഓരോ സ്ഥലത്തും, അതായത് ഓരോ ചതുരശ്ര മീറ്ററിലും ഏകദേശം 1 മുതൽ 5 വരെ പാമ്പുകളാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. നിങ്ങൾ കാട്ടിലൂടെ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ പിന്നിലും മുന്നിലും വശങ്ങളിലും ഇതിന് തലയ്ക്ക് മുകളിൽ വരെ മരണം പതിയിരിക്കുന്നുണ്ട്. ഇവിടെയുള്ളത് സാധാരണ പാമ്പുകളല്ല. ഗോൾഡൻ ലാൻഡ്സ്കേർട്ട് എന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരികളിൽ ഒരാളായ പാമ്പാണ്. ഇതിൻ്റെ ഒരേ ഒരു കടി മതി നമ്മുടെ ജീവിതം അപ്പം തന്നെ ഇല്ലാണ്ടാവാൻ. ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ നമ്മൾ പോകുന്നത് പാമ്പുകളുടെ ഈ സാമ്രാജ്യത്തിലേക്കാണ്. എന്താണ് ആ ലൈറ്റ് ഹൗസിൽ സംഭവിച്ച ദുരന്തം? എങ്ങനെയാണ് ഈ ദ്വീപ് ഇങ്ങനെ ആയത്? ശാസ്ത്രലോകം ഭയക്കുന്ന ആ വിഷയത്തിൻ്റെ രഹസ്യം എന്താണ്? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ദ്വീപിന്റെ ചരിത്രം നോക്കാം. ഇൽഹാഡ ക്യുമാഡ ഗ്രാൻഡെ എന്ന പോർച്ചുഗീസ് വാക്കിന്റെ അർത്ഥം ദ ഐലൻഡ് ഓഫ് ബിഗ് ഫോറസ്റ്റ് ഫയർ, അഥവാ വലിയ കാട്ടുതീ ഉണ്ടായ ദ്വീപ് എന്നാണ്. പണ്ട് പോർച്ചുഗീസ് നാവികപ്പട ഇവിടെ വന്നപ്പോൾ അവർക്കിറങ്ങാൻ വേണ്ടി ഈ വനം കത്തിച്ചിരുന്നു. പക്ഷേ അന്ന് അവർക്കറിയില്ലായിരുന്നു ആ തീയിനേക്കാൾ വലിയ അപകടമാണ് കാടിനുള്ളിൽ ഒളിച്ചിരുന്നതെന്ന്. എങ്ങനെയാണ് ഈ ദ്വീപിൽ ഇത്രയധികം പാമ്പുകൾ വന്നത്? ആരാണ് ഇതിനെ ഇവിടെ കൊണ്ടിട്ടത്? ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുമ്പ് അവസാനത്തെ ഹിമയുഗം അവസാനിക്കുന്ന സമയത്ത്, അന്ന് സമുദ്രനിരപ്പ് ഇത്ര ഉയരത്തിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദ്വീപ് ബ്രസീലിന്റെ മെയിൻലാൻഡുമായി ചേർന്ന് കിടക്കുകയായിരുന്നു. അന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം പാമ്പുകളുണ്ടായിരുന്നു. സമുദ്രനിരപ്പ് ഉയർന്നതോടെ വളരെ ഉയരത്തിലുള്ള ഈ ദ്വീപ് മാത്രം വെള്ളത്തിന് മുകളിലായി. അതോടെ ഈ പാമ്പുകൾ അതിലൊറ്റപ്പെട്ടു. ഇവിടെയാണ് പരിണാമം വില്ലനാകുന്നത്. കരയിലുള്ള പാമ്പുകൾക്ക് ശത്രുക്കളുണ്ട്, ഇരകളുണ്ട്. പക്ഷേ ഇവിടെ ഒറ്റപ്പെട്ടു പോയ പാമ്പുകൾക്ക് ശത്രുക്കളില്ല. അതോടെ അവ പെറ്റുപെരുകി. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം അവർ നേരിടേണ്ടി വന്നു: ഭക്ഷണം. കരയിൽ എലികളുണ്ട്, മറ്റ് ചെറിയ ജീവികളുണ്ട്. പക്ഷേ ഈ ദ്വീപിൽ ഒരു ചെറിയ ജീവി പോലുമില്ല. ആകെ വരുന്ന ഇരകൾ സീസണിൽ വരുന്ന ദേശാടന പക്ഷികൾ മാത്രമാണ്. പക്ഷേ ഇവിടെ പാമ്പുകൾക്ക് ഒരു വെല്ലുവിളി വന്നു. സാധാരണ വിഷം പ്രവർത്തിക്കാൻ സമയമെടുക്കും. അതായത് ഇരയെ കടിച്ചാൽ ഇര കുറച്ചു ദൂരം പോയാണ് വീഴുക. പക്ഷേ ഇവിടെ പക്ഷിയെ കടിച്ചാൽ പക്ഷി പറന്നുപോയി കടലിലായിരിക്കും ചെന്ന് വീഴുക. അതോടെ പാമ്പിന് ഭക്ഷണം കിട്ടാണ്ട് വരും. അതുകൊണ്ട് കടിച്ചാൽ ഉടനെ തന്നെ പക്ഷി ചാവണം. അതിനാൽ പ്രകൃതി തന്നെ അവരുടെ വിഷം മാറ്റിമറിച്ചു. ആയിരക്കണക്കിന് വർഷം കൊണ്ട് അവരുടെ കരയിലുള്ള മറ്റു പാമ്പുകളേക്കാൾ 5 ഇരട്ടി ശക്തി ഇവരുടെ വിഷത്തിന് വന്നു. ഇന്ന് ലോകത്തിൽ ഈ ദ്വീപിൽ മാത്രമേ ഗോൾഡൻ ലാൻഡ്സ്കേർട്ട് എന്ന ഇനം പാമ്പിനെ കാണാൻ കഴിയും. എന്താണ് ഈ ഗോൾഡൻ ലാൻഡ്സ്കേർട്ട് വൈപ്പറിന്റെ പ്രത്യേകത? ഇതിന്റെ ശാസ്ത്രീയ നാമം ബോത്രോപ്സ് ഇൻസുലാരിസ് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വർണ്ണ നിറമാണിതിന്. അതുകൊണ്ട് തന്നെ മരങ്ങൾക്കിടയിലും ഉണങ്ങിയ ഇലകൾക്കിടയിലും പെട്ടെന്ന് ഇവയെ തിരിച്ചറിയാൻ കഴിയില്ല. ഇവയുടെ നീളം ഏകദേശം 70 സെന്റിമീറ്റർ മുതൽ 118 സെന്റിമീറ്റർ വരെ വരാം. അത്ര വലുതൊന്നുമല്ല, പക്ഷെ വലുപ്പത്തിലല്ലോ കാര്യം. ഇവയുടെ വിഷം ഹീമോടോക്സിക് ആണ്. സാധാരണ മൂർഖൻ പാമ്പിന്റെ വിഷം ന്യൂറോടോക്സിക് ആണ്. അത് നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുക. എന്നാൽ ഇത് നേരിട്ട് രക്തത്തെ ബാധിക്കും. രക്തത്തിൽ വിഷം ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ കോശങ്ങളെ അത് നശിപ്പിക്കും. അതായത് രക്തം കട്ടപിടിക്കില്ല. ഏറ്റവും ഭയാനകമായ കാര്യം ഇതല്ല. ഈ വിഷത്തിന് നെക്രോസിസ് ഉണ്ടാക്കാൻ കഴിയും. അതായത് മാംസം ദ്രവിച്ച് എല്ല് പുറത്തു വരുന്ന അവസ്ഥ. മനുഷ്യരിലാണെങ്കിൽ അത് കിഡ്നി വരെ തകരാറിലാക്കും. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാക്കും. ചികിത്സ കിട്ടിയില്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കും. സാധാരണ വൈപ്പറുകൾ നിരത്താണ് ഇര തേടുന്നത്. പക്ഷേ സ്നേക്ക് ഐലൻഡിലെ വൈപ്പറുകൾ പക്ഷികളെ പിടിക്കാൻ വേണ്ടി മരത്തിൽ കയറാൻ പഠിച്ചു. ഇവ വാലുപയോഗിച്ച് മരക്കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കും. പക്ഷികൾ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു സ്പ്രിങ് പോലെ പോയി വായുവിൽ വെച്ച് തന്നെ അതിനെ കൊത്തുന്നു. കൊത്തു കിട്ടിയ ഉടനെ തന്നെ പക്ഷി ചത്തു വീഴുന്നു. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ വിഷം. ഇനി ഈ ദ്വീപിനെ കുറിച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കഥയിലേക്ക് വരാം. ഇത് കഥയാണോ സത്യമാണോ എന്ന് ഇന്നും തർക്കമുണ്ട്. പക്ഷേ ബ്രസീലിലെ തദ്ദേശവാസികൾ ഇത് സത്യമാണെന്ന് ഇന്നും വിശ്വസിക്കുന്നു. 1909 ബ്രസീലിയൻ നേവി ഈ ദ്വീപിൽ ഒരു ലൈറ്റ് ഹൗസ് പണിതു. ഇത് ഓട്ടോമാറ്റിക് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നോക്കി നടത്താൻ ഒരു കുടുംബം അവിടെ താമസിച്ചിരുന്നു. ഒരു അച്ഛനും അമ്മയും 3 മക്കളും. 1920 ഒരു രാത്രി, പുറത്തു നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്ന സമയം. അവർ ജനലുകളും വാതിലുകളും അടച്ച് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കുട്ടി ജനലിലൂടെ ഒരു പാമ്പ് എഴയുന്നത് കണ്ടു.
അവർ നോക്കി നിൽക്കെ ഒന്നല്ല 10-20 പാമ്പുകൾ ജനലിലൂടെയും വെന്റിലേറ്ററിലൂടെയും ഉള്ളിലേക്ക് കയറി. ഒന്നല്ല രണ്ടല്ല, നൂറുകണക്കിന് ലാൻഡ് ഹെഡുകൾ. അവർക്ക് വീടിനുള്ളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെ. അവർ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. കാട്ടിനുള്ളിലൂടെ ഓടി ബോട്ടിൽ കയറി രക്ഷപ്പെടാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ അവർക്ക് തെറ്റി. അവർ ഓടിക്കയറിയത് മരണത്തിന് മടയിലേക്കായിരുന്നു. കാട്ടിലൂടെ പോകുമ്പോൾ ഓരോ മരത്തിന് മുകളിലുമുള്ള പാമ്പുകൾ അവരുടെ മേലേക്ക് ചാടി. പിറ്റേന്ന് നേവി ഉദ്യോഗസ്ഥർ സപ്ലൈസ് കൊണ്ടുവന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ആ കുടുംബത്തിലെ എല്ലാവരുടെയും മൃതദേഹം വിഷമേറ്റ് നീലിച്ച് പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നു. അതിനുശേഷമാണ് ലൈറ്റ് ഹൗസ് ഓട്ടോമാറ്റിക് ആക്കിയതും അവിടെ മനുഷ്യവാസം നിരോധിച്ചതും. ഇന്നും ആ ലൈറ്റ് ഹൗസ് അവിടെയുണ്ട്. പക്ഷെ അതിനുള്ളിൽ മനുഷ്യരല്ല, പാമ്പുകൾ മാത്രമാണ്. ആ ദ്വീപിനെ കുറിച്ച് മറ്റൊരു കഥയും കൂടെയുണ്ട്. ഒരു മത്സ്യത്തൊഴിലാളി അതിന്റെ സമീപത്തൂടെ പോകുമ്പോൾ അദ്ദേഹം കുറച്ച് വാഴപ്പഴം പറിക്കാൻ വേണ്ടി കാടിനുള്ളിലേക്ക് കയറി. കുറെ ദിവസമായിട്ടും കാണാതെ വന്നപ്പോൾ അവർ അന്വേഷിച്ചെത്തി. അപ്പോൾ കണ്ടത് അദ്ദേഹത്തിന്റെ ബോഡി രക്തത്തിൽ കുളിച്ച് ബോട്ടിൽ കിടക്കുന്നതാണ്. അദ്ദേഹം പാമ്പുകടിയേറ്റ് ബോട്ടിൽ തിരിച്ചു വന്നെങ്കിലും വിഷം തലച്ചോറിൽ ചെന്ന് മരിക്കുകയായിരുന്നു. ഈ ദ്വീപിനെ കുറിച്ച് മറ്റൊരു ഐതിഹ്യവും കൂടിയുണ്ട്. അതാണ് ഇങ്കാ നിധി. പണ്ട് കടൽ കൊള്ളക്കാർ കൊള്ളയടിച്ച നിധിയും സ്വർണവും എല്ലാം ഇവിടെയാണ് കുഴിച്ചിട്ടത്. അത് സംരക്ഷിക്കാൻ വേണ്ടി അവരാണ് ഈ പാമ്പുകളെ തുറന്നു വിട്ടത് എന്നാണ് കഥ. ഇപ്പോൾ ആ സ്വർണത്തിന്റെ കാവൽക്കാരാണ് ഈ പാമ്പുകൾ. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ നിധി മറ്റൊന്നുമല്ല, ഈ പാമ്പുകൾ തന്നെയാണ്. ഇതിനെയാണ് ബയോപൈറസി എന്ന് വിളിക്കുന്നത്. കാരണം ഈ പാമ്പുകൾ ഈ ദ്വീപിൽ മാത്രമേ കാണുന്നുള്ളൂ. ലോകത്ത് ഇവിടെ മാത്രമേ ഈ പാമ്പിനെ കാണാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ കരിഞ്ചന്തയിൽ ഈ പാമ്പിന് വൻ വിലയാണ്. ഏകദേശം ഒരു പാമ്പിന് $20,000 to $30,000 വില. പലപ്പോഴും ജീവൻ പണയം വെച്ച് കള്ളക്കടത്തുകാർ ഈ ദ്വീപിൽ പോകാറുണ്ട്. അവർ പാമ്പുകളെ പിടിച്ച് വിദേശത്തേക്ക് കടത്തുന്നു. ശാസ്ത്രജ്ഞന്മാരല്ലാതെ ഈ ദ്വീപിലേക്ക് പോകുന്ന മറ്റൊരു കൂട്ടർ ഇവരാണ്. ഇവർ കാരണം ഈ പാമ്പുകളുടെ നിലനിൽപ്പ് ഇന്ന് ഭീഷണിയാണ്. ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. മനുഷ്യനെ കൊല്ലാൻ കഴിവുള്ള ഈ വിഷം മനുഷ്യനെ രക്ഷിക്കാനും ഉപയോഗിക്കാം. ബ്രസീലിലെ ബ്യൂട്ടൻഡാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ഈ വിഷത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ലാൻഡ്സ്ഹെഡുകളുടെ വിഷത്തിൽ നിന്നാണ് ക്യാപ്റ്റോപ്രിൽ പോലുള്ള രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ വികസിപ്പിച്ചത്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും രക്തം കട്ടപിടിക്കുന്നത് തടയാനും ഈ വിഷം നമുക്കൊരു മരുന്നായി ഉപയോഗിക്കാം. ഇതൊക്കെയാണെങ്കിലും ഗോൾഡൻ ലാൻഡ്സ്ഹെഡുകൾ ഇന്ന് വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. ഒരു കാലത്ത് 4 ലക്ഷത്തോളം പാമ്പുകൾ ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ 2000 to 4000 പാമ്പുകൾ ഉണ്ടാവും എന്നാണ് കണക്ക്. എന്താണ് കാരണം? 1. ഇൻബ്രീഡിംഗ്. പുറത്തുനിന്ന് മറ്റ് പാമ്പുകൾ വരാത്തത് കൊണ്ട് ഇവരുടെ വംശത്തിൽ നിന്ന് തന്നെ ഇണചേർന്ന് ഇവരുടെ ശക്തി ക്ഷയിക്കുന്നു. 2. ഭക്ഷണക്കുറവ്. കാട് നശിക്കുന്നു, പക്ഷികൾ കുറയുന്നു. അത് ഇവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. 3. ബയോപൈറസി. കള്ളക്കടത്തുകാർ ഇവരെ പിടിച്ചുകൊണ്ടുപോയി കരിഞ്ചന്തയിൽ വിൽക്കുന്നു. അതോടെ ഇവർ വംശനാശം നേരിടുന്നു. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ നേവി ഈ ദ്വീപിനെ ശക്തമായി സംരക്ഷിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർക്ക് പ്രത്യേക അനുമതിയോടുകൂടെ മാത്രമേ അവിടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതും ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ. സ്നേക്ക് ഐലൻഡ് നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ഭൂമി മുഴുവൻ മനുഷ്യൻ്റേതല്ല. പ്രകൃതി അവർക്കായി ചില സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് അതിക്രമിച്ചു കിടന്നാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. മനുഷ്യവാസമില്ലാത്ത വിഷപ്പാമ്പുകൾ രാജാക്കന്മാരായി വാഴുന്ന ബ്രസീലിന്റെ തീരത്ത് ഈ ദ്വീപ് ഇന്നും ഒരു അത്ഭുതമായി നിലനിൽക്കുന്നു. നിങ്ങൾക്ക് $1 കോടി തന്നാൽ വെറും ഒരു രാത്രി ഈ ദ്വീപിൽ തങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലോകത്തിലെ ഇതേപോലത്തെ അത്ഭുതം നിറഞ്ഞ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് നമ്മൾ പോകുന്നത് മനുഷ്യൻ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ നരകത്തിലേക്കാണ്. ചെർണോബിൽ. അവിടെ കണ്ടാൽ തന്നെ മരണം ഉറപ്പാകുന്ന എലിഫന്റ് ഫുഡ് എന്ന വസ്തുവിനെ കുറിച്ച്. ദിസ് ഈസ് ഐവിൻ ജോസ് സൈനിങ് ഓഫ്.